കൂടി ഇന്ന് ഉദ്ഘാടനത്തിൽ ലഭ്യമായിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനും ഏറ്റവും പഴയകാല പത്രപ്രവർത്തനും ഗൾഫിലെ മാതൃഭൂമി പത്രത്തിന്റെ കറസ്പോണ്ടന്റുമായ ഷെയ്ഖുദ്ദീൻ വീട്ടിൽ വന്ന് എന്നോട് ഇങ്ങനൊരു കാര്യത്തെ സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ അതിനെ സംബന്ധിച്ച് വലിയ നിശ്ചയമൊന്നുമില്ല. കാരണം സെമിനാറുകളിലും അതുപോലെ സിമ്പോസിയങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഗാന്ധിജി രാഷ്ട്രപിതാവാണ്, മഹാനാണ്, അദ്ദേഹം ഈ ലോകത്തിൽ ചെയ്ത നന്മത്തെ കുറിച്ച് പ്രസംഗിച്ച ഏറ്റവും മഹാനായ സാത്വികനായ സന്യാസിയാണ് പ്രസംഗിക്കുമ്പോഴാണ്. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തീരുമാനിച്ചു. ഞാൻ അവരോട് ചോദിച്ചു, ഇത് ഉദ്ഘാടനം ചെയ്യാനും ഇതിന്റെ കാർമ്മികത്വത്തെ വഹിക്കാനും നാട്ടിൽ തന്നെയുള്ള ആളുകളിലെ നല്ലത്. മേൽപ്പറമ്പിൽ വളരെ പ്രഗത്ഭരായ രാഷ്ട്രീയ പിന്നിലുള്ള ചേതോവികാരം എന്താണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പോലും ഞാൻ പങ്കെടുക്കാൻ തയ്യാറാണ് എന്നവർ അറിയിക്കുകയുണ്ടായി. അതനുസരിച്ച് അവിടെ വരികയുണ്ടായി. ഞാനത് വലിയൊരു കാശുണ്ട്. പിന്നെ നമുക്കിതൊന്നും പറയേണ്ട കാര്യമില്ല. അതിപ്പോൾ ആരാണ് ഭരിക്കുന്നത്? ഇപ്പോൾ ഇപ്പൊ ഭരിക്കുന്നത് മുന്നണിയാണ് എന്ന പാർട്ടിയാണ്. എന്നാ പിന്നെ ആരാണ് ഭരിക്കുന്നതെങ്കിൽ അവരെ സൗകര്യപൂർവ്വം ഭരിക്കാൻ അനുവദിക്കണം. അവർക്ക് പിന്നെ അസൗകര്യം ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും കുറ്റിപ്പൊക്കരുത്. ശരിയാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം നമ്മുടെ പാർട്ടിയാണ് ഭരിക്കുന്നത്, നമ്മുടെ മുന്നണിയാണ് ഭരിക്കുന്നത്, നമ്മുടെ ആളുകളാണ് ഇതിന്റെ മന്ത്രി എന്നൊന്നും പറഞ്ഞുകൊണ്ട് കാര്യം സാധിക്കുമോ? എന്റെ പ്രശ്നം എന്റെ കുട്ടിക്ക് പാല് വാങ്ങുന്നതും എന്റെ വീട്ടിലേക്ക് അരി വാങ്ങുന്നതുമാണ്. അതിന് എത്രയധികം വില കുറിച്ച് ഇവിടെ വിൽപ്പന നടത്താൻ സാധിക്കുമോ? അവർക്കാണ് ഞാൻ വോട്ട് നൽകുക, അല്ലെങ്കിൽ അവരെയാണ് ഞാൻ ഇഷ്ടപ്പെടുക. എല്ലാ ജനകീയ പ്രതിനിധികളുടെയും, അതായത് പഞ്ചായത്ത് ബോർഡ് മെമ്പർമാര്, പിന്നെ അതുപോലെ മറ്റേ ബ്ലോക്ക് മെമ്പർമാര്, അവരുടെ എല്ലാം വീടുകളിലേക്ക് നല്ല മെക്കാഡം റോഡ് പോലുള്ള റോഡുകളുണ്ട്. എന്നതിന് ഒരു പഞ്ഞവുമില്ല, അവിടെ കുഴികളില്ല. പക്ഷെ പൊതുജനങ്ങൾക്ക് പബ്ലിക്കിന് ഉപയോഗിക്കേണ്ട റോഡുകളിൽ ഒന്നുകൊണ്ട് കുഴികളുണ്ട്.